നമ്മുടെ MLA AD തോമസിന് കിട്ടിയ അടി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഒരു മനുഷ്യൻ്റെ തല തല്ലി പൊളിച്ച് അയാൾക്ക് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിയല്ലേ അന്ന് കൊടുത്തത്. നമസ്കാരം. ആലപ്പുഴ ജില്ലാ കോടതിയിലാണുള്ളത്. ഇന്ന് നമ്മുടെ പുതിയ MLA AD തോമസിൻ്റെ തല തല്ലിപ്പൊളിച്ച കേസ്, ഗൺമാൻ പിണറായിയുടെ ഗൺമാൻ തല തല്ലിപ്പൊളിച്ച കേസിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമാണ്. അദ്ദേഹം ഇവിടെ കോടതിയിൽ വന്നിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു ബെയിൽ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ നേടുന്നത്. കോടതിയിൽ സാധാരണ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സമയങ്ങളിലാണ് ഇത്ര മാധ്യമങ്ങളുടെ തിരക്ക് നമ്മൾ കാണുന്നത്. ഇന്നെന്തായാലും എല്ലാ മാധ്യമപ്രവർത്തകരും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ് വളരെ റെയറായി സംഭവിക്കുന്നുണ്ടായിരിക്കും. എന്താണെങ്കിലും കേസിൻ്റെ FIR, ആദ്യത്തെ FIRൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും ഇന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിരിക്കും അത് എത്രത്തോളം ഡീപ്പായി ആ കേസിനെ അവർ കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അടി കിട്ടുന്നതും. KSU പ്രവർത്തകർ, SFI പ്രവർത്തകർ, ABB പ്രവർത്തകർ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കുകയും ഒരുപാട് പേർക്ക് അടി കിട്ടുകയും ഗ്രേനേഡ് പൊട്ടിയിട്ട് കാല് പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് പരിക്കുകളേറ്റ ആൾക്കാരുണ്ട്. അന്നൊന്നും ഇത്രയേറെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് AD തോമസിൻ്റെ ഈ കേസിന് മാത്രം ഇത്രയേറെ മാധ്യമ ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കുന്നത്? ആദ്യത്തെ FIR പ്രകാരമാണ് ഈ വിധി വരുന്നതെങ്കിൽ നമുക്കത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ മറിച്ച് ഇന്നത്തെ റിപ്പോർട്ടിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ചേർത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കണ്ടു തന്നെ അറിയേണ്ടി വരും. രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരാളുടെ തല തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരാളെ വെടിവെച്ചിരുന്നെങ്കിലോ? രക്ഷാപ്രവർത്തനമാവാം, അത് അതിൻ്റേതായ ലിമിറ്റേഷൻസിൽ ചെയ്യേണ്ടതാണ്. എന്താണെങ്കിലും ഈ കോടതി വിധി വളരെ വ്യത്യസ്തമായിരിക്കും. നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്.